പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈ പ്രാർത്ഥനയിൽ പാപിയാണെന്ന് സമ്മതിക്കുന്നത് നല്ലതാണ്. ദൈവസന്നിധിയിൽ പ്രസാദമാണ്. കാരണം ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി മാറി എന്നാണ് റോമ ലേഖനം 3:23 പറയുന്നത്. ആയതിനാൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെത്താൻ താഴ്ത്തി ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന പോലെ താഴ്ത്തി പ്രാർത്ഥിക്കുന്നത് ദൈവം പ്രസാദിക്കുന്ന പ്രാർത്ഥനയാണെന്ന് ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ പഠിക്കുന്നു. ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥന ചൊല്ലുന്നതിന് മുൻപ് തൻ്റെ ലംഘനങ്ങളെ ഏറ്റുപറയുന്നവന് കരുണ ലഭിക്കും എന്ന ദൈവവചനം സത്യമാണെന്ന് വിശ്വസിക്കണം. വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുദപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ, താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ എന്നാണ് സംഖ്യാപുസ്തകം 28:19 പറയുന്നത്. പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും എന്ന് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റുപറയുവാൻ ഒരു വേദിയും ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതാണ് കാൽവറിയിലെ പരമയാഗം. സർവ്വമനുഷ്യൻ്റെയും പാപങ്ങൾ ഏറ്റെടുത്ത് പാപിക്ക് പകരക്കാരനായി മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്ത് എഴുന്നേറ്റ് കർത്താവ് ഇന്നും ജീവിക്കുന്നു. കർത്താവ് കാൽവറിയിൽ പാപപരിഹാര യാഗം നിവർത്തിച്ചു കഴിഞ്ഞു. ആ സത്യം ഇന്നും അനേകർക്ക് പിടികിട്ടിയിട്ടില്ല. യേശുവിൻ്റെ കാൽവറി യാഗത്താൽ സകല മനുഷ്യർക്കും പാപപരിഹാരം വന്നു കഴിഞ്ഞു. എന്നാൽ ആ പാപപരിഹാര യാഗം വ്യക്തിപരമായി എൻ്റെയും പാപത്തിന് പരിഹാരമായാണ് എന്ന് വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷകനും ദൈവവുമായി സ്വീകരിക്കുന്നവർക്ക് മാത്രമാണ് പാപമോചനം, നിത്യജീവൻ, സമാധാനം ഇവ ലഭിക്കുന്നത്. സകല മനുഷ്യൻ്റെയും പാപപരിഹാര ബലി ക്രൂശിൽ നിർവഹിച്ചു കഴിഞ്ഞു. വീണ്ടും പാപി പാപി എന്ന് പറഞ്ഞ് മരണം വരെ പാപിയാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മരണസമയത്തും പ്രാർത്ഥിച്ച് പാപത്തോടുകൂടി മരിക്കുന്നു, നരകത്തിൽ എത്തുന്നു. സഹോദരങ്ങളെ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ ഭക്തിയും നിഷ്കളങ്കതയും ശ്ലാഘനീയമാണ്. എന്നാൽ ഇപ്പോൾ തന്നെ സ്ഥലകാല ഭേദമില്ലാതെ യേശുവിലേക്ക് വരിക. യേശു പാപമോചനവും വീണ്ടെടുപ്പും നിത്യജീവനും തരുന്നു. ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് മാത്രമാണ് അധികാരം. അവൻ തൻ്റെ ജനത്തെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ളതുകൊണ്ട് അവന് യേശു എന്ന് പേരിടണം എന്നാണ് ബൈബിൾ പറയുന്നത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടി അല്ലാതെ ആരും മോക്ഷത്തിൽ എത്തുന്നില്ല എന്ന് കർത്താവ് അരുളി ചെയ്തു. നിങ്ങൾ കഷ്ടം, ദുഃഖം, രോഗം, അസമാധാനം ഇവയെല്ലാം അനുഭവിക്കുന്നുവോ? ഇതെല്ലാം സാത്താൻ്റെ അല്ലെങ്കിൽ ഇബിലീസിൻ്റെ ദാനങ്ങളാണ്. അന്ത്യം നരകവുമാണ്. മാനസാന്തരപ്പെട്ട് യേശുവിലേക്ക് വരിക. യേശു നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങളെ സ്വതന്ത്രരാക്കും. നിങ്ങളിത് ചെയ്യേണ്ടത് മരണത്തിന് മുൻപ് ഇപ്പോൾ തന്നെ. വചനം പറയുന്നത് ഇത് തന്നെ രക്ഷാദിവസം, ഇത് തന്നെ സുപ്രസാദകാലം. ജാതി, മത, വർണ്ണ, വർഗ, ഭാഷ വ്യത്യാസമില്ലാതെ ദൈവം ഏവരെയും അതിനായി ക്ഷണിക്കുന്നു. രക്ഷ പ്രാപിക്കുക. ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ.